മൂന്നാർ കിഴക്കേനടയിൽ ആന ഇടഞ്ഞോടി. താന്യം പൈനൂർ രാജവീതി റോഡിലാണ് സംഭവം. ഇന്ന് പുലർച്ചെ 4 മണിയോടെ പറമ്പിൽ തളയ്ക്കാനായി കൊണ്ടുവന്ന ആനയാണ് ലോറിയിൽ നിന്നും ഇറക്കുന്നതിനിടെ ഇടഞ്ഞോടിയത്. റോഡിലൂടെയും വീട്ടുപറമ്പുകളിലൂടെയും ഓടിയ ആന കണ്ണിൽ കണ്ടതെല്ലാം തകർത്തിട്ടുണ്ട്. കാർ, സ്കൂട്ടർ, മതിലുകൾ, ഗേറ്റ് എന്നിവ തകർക്കുകയും നിരവധി തെങ്ങുകൾ മറിച്ചിടുകയും ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറിലധികം നാട്ടുകാരെ മുൾമുനയിൽ നിർത്തിയ ആനയെ ഒടുവിൽ എലിഫന്റ് സ്ക്വാഡും പാപ്പാമാരും ചേർന്ന് തളച്ചു. ലോറി പിന്നോട്ടെടുക്കുന്നതിനിടെ ആനയുടെ ദേഹത്ത് തട്ടിയതാണ് ആനയെ പ്രകോപിപ്പിച്ചതെന്ന് പറയുന്നു. ഇപ്പോഴും ആന കെട്ടിയത് സേഫ് അല്ലെന്ന് പറയുന്നത്. സേഫ് ആയിട്ടില്ല. വട ഉപയോഗിച്ചാണ് കെട്ടിയിട്ടുണ്ടെങ്കിലും സേഫ് അല്ലാന്ന് പറഞ്ഞത് ആളുകളൊക്കെ പോയി പറയുന്നത്. ഒന്നുകൂടി കാര്യക്ഷമമായിട്ട് ഇടപെടേണ്ട ഒരു കാര്യമുണ്ട് ഈ കാര്യത്തിൽ. എങ്ങനെയാണ് ആന ഇവിടെ തളയ്ക്കുന്ന അവസ്ഥ? ഈ വീട് ഇവര് വാടകയ്ക്ക് എടുക്കണമെന്ന് പറയുന്നു. ആനനെ ബന്ധപ്പെട്ട് കുറച്ച് ദിവസം കെട്ടാനാണ് കൊണ്ടുവന്നെന്ന് തോന്നുന്നു. അങ്ങനെ പറയുന്നു. ഇത് പുറത്തുള്ള ഒരാളെ വീടാണ്. വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. പാപ്പന്മാരും താമസിക്കാൻ വേണ്ടി അതിനാണ് കൊണ്ടുവന്നത്. അവിടെ ഇറക്കിയിട്ട് നടത്തി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ആന മുമ്പ് ഇവിടെ തന്നെയാണോ ആന ഇവിടെ തിളയ്ക്കാറില്ല. ഇവിടെ ജനവാസമായിരുന്നു. ഇവിടെ തിളയ്ക്കാൻ പറ്റില്ല. ആളുകൾക്ക് ഭയങ്കര സ്വസ്ഥയില്ലാത്ത കാര്യമാണ്. അടുത്തുള്ള വീട്ടുകാർ ഫോൺ ചെയ്യണത് ആന മതിൽ പൊളിച്ച് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മ ഇറങ്ങി നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ അപ്പുറത്തെ വീട്ടിലാണ് ആന നിൽക്കാണ്. രാത്രിയാണ്, ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടായി. അവിടെ കിടക്കുന്ന ഒരു സ്കൂട്ടർ തകർത്തു. അയലക്കത്തുള്ള വീട്ടുകാരൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വന്നു. എല്ലാവരും കയറി കരച്ചിലായി. ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. അതിനുശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ പതുക്കെ ഞങ്ങൾ നോക്കിയപ്പോൾ ആന തെക്കൻ മേഖലയ്ക്ക് പോയി. അവിടെ ചെന്ന് അപ്പോഴും ആളുകൾ ഉണ്ടായിരുന്നില്ല, പാപ്പന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ചെന്നിട്ട് ആന നിരവധി തെങ്ങുകൾ തകർത്തു. പിന്നെ ഏറെ നേരം അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ